Hey guys, in the Mallu SetTalker പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ഒക്കെ ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗണിറ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇതുവരെ ഈ ആപ്ലിക്കേഷൻ്റെ പേര് കേൾക്കാത്തവരും ഇൻസ്റ്റാൾ ചെയ്യാത്തവരും താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കയറാവുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക്. ആപ്പിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് സിമ്പിളായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു ആപ്പിൻ്റെ ലിങ്കിലേക്ക് നമുക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സർവീസാണ്. സർവീസ് അല്ലാതെ നമുക്ക് പ്ലേ ആൻഡ് വിൻ ഓപ്ഷൻസും ഉണ്ട്. അതായത് ഗെയിം കളിച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ടംബോള എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമുണ്ട്. ഈ ഒരു സംഭവമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത് എനിക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിഡേ 2 മണിക്കും 9 മണിക്കുമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് നമ്പേഴ്സ് കാണിക്കും. ആ ഒരു നമ്പേഴ്സ് കാണിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു കുറച്ച് ഐറ്റംസ് കാണിക്കും. നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സും ഇവർ സെലക്ട് ചെയ്ത നമ്പേഴ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിങ്കോ കളിക്കുന്ന പോലെ തന്നെ സെലക്ട് ചെയ്ത നമ്പേഴ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്ത് അതിനകത്ത് ഓരോ ഐറ്റംസ് വരുന്നതനുസരിച്ച് ഓരോ ഫോംസ് വരുന്നതനുസരിച്ച് നമ്മളത് സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ ടംബോള എന്ന് പറയുന്ന ആ ഒരു ഗെയിം വരുന്നത്. അപ്പോൾ ആ ഒരു ഗെയിമിനകത്ത് നമ്മൾ ഇതിനകത്ത് സിമ്പിളായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് അഷ്യൂർഡ് ₹200 വെൻ യു അപ്ലോഡ് എ ബിൽ ഓഫ് ലാപ്ടോപ്പ് ഓർ ക്യാമറ പർച്ചേസ്ഡ് ഫ്രം റിലയൻസ് ഡിജിറ്റൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവമൊക്കെ അപ്ലോഡ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ക്യാഷിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റഷ് ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട്. ആ ഒരു റഷ് ടിക്കറ്റ് എന്ന് പറയുന്ന സാധനം വെച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു റഷ് ടിക്കറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഫ്രൈഡേയ്സിലും വൈകുന്നേരം 3 മണിക്ക് ഒരു വീക്ക്ലി റഷ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ ഒരു പരിപാടിക്കകത്ത് നമുക്ക് കുറേ റിവാർഡ്സ് ആ ഒരു ഇതിനകത്തേക്ക് വരുന്നുണ്ടാവും. 1 iPhone XR അങ്ങനെ കുറേ ഐറ്റം റിവാർഡ്സുകൾ 9 ലൈഫ് സ്റ്റൈൽ RS 2000 വൗച്ചർ 150 ബുക്ക് മൈ ഷോയുടെ 200 വൗച്ചർ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അഥവാ ഫസ്റ്റ് റിഡീം ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീക്ക്ലി റഷ് ടിക്കറ്റ് കിട്ടണം. ടൈമിങ്ങിൽ നിങ്ങൾ വീക്ക്ലി റഷ് ചെയ്തില്ല, അപ്പോൾ എനിക്ക് ഈ ഒരു വീക്കിലത്തെ ടിക്കറ്റാണ് കിട്ടിയത്, ഈ ഒരു വീക്കിൽ നമ്മൾ ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല. ആ ഒരു ടിക്കറ്റ് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്താൽ മതി. രജിസ്ട്രേഷൻ്റെ ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ മറ്റേ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലാണ്. പ്രൊഫൈൽ ഓപ്പൺ ആക്കാം നമുക്ക്. യെസ്, ഇപ്പോൾ പ്രൊഫൈൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം ഡീറ്റെയിൽസ് അല്ല കൊടുത്തേക്കുന്നത്, ഞാൻ വേറൊരു ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടി ഏജ് കൂടുതലുള്ള ഡീറ്റെയിൽസ് ഒരു 10-35 വയസ്സ് ഏജ് അഥവാ 20-25 വയസ്സ് ഏജൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ സർവീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ നമുക്ക് കൂടുതൽ സർവീസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീപെയ്ഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ എങ്ങനെയാണ് സിം ഐറ്റംസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ അക്കൗണ്ട് സെക്കൻഡറി ഫോൺ നമ്പർ അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് അതൊക്കെ എനേബിൾ ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗൺ പാസ് സൗണ്ട് എനേബിൾഡ് സെൻട്രൽ വാട്സ് മൈ ഫ്രണ്ട്സ് ഫോർ മൈ ട്രാൻസാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ റെസീപ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് എന്തെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ബില്ല്, നമ്മൾ ഏത് ബില്ല് അപ്ലോഡ് ചെയ്താലും നമുക്ക് ഓരോ ക്രൗൺ വെച്ചിട്ട് നമുക്ക് ഓരോ ടിക്കറ്റ് വെച്ച് കിട്ടും, ഓരോ വീക്ക്ലി ടിക്കറ്റ് ആയിട്ട് കിട്ടും. ആ ഒരു വീക്ക്ലി ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വീക്ക്ലി റഷിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനത്തെ ഒരു പരിപാടിയും കൂടിയുണ്ട്. പിന്നെ ഉള്ള മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവീസാണ്. അപ്പോൾ ഈ ഒരു സർവീസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡിംഗ് വർക്ക് ആവത്തില്ല. കാരണം ഈ ഒരു ആപ്പിനകത്ത് തന്നെ അവർ ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. അതുകൊണ്ട് ആ ടേക്ക് സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമ്മുടെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ഒരു ടേക്ക് സർവേ കൊടുക്കാം. ടേക്ക് സർവേ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഫർ ആൻഡ് ഏൺ തന്നെയാണ്, നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ റെഫർ ആൻഡ് ഏൺ തന്നെയാണ് ചെയ്യുന്നത്. എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ക്രൗണിറ്റ് ആൻഡ് ഏൺ വീക്ക്ലി റഷ് ടിക്കറ്റ് പേടിഎം ക്യാഷ് ആൻഡ് മെനി മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഫറൽ ഇതിനകത്താണ് യുവർ റെഫറൽ ഏർണിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ റെഫറൽ വെച്ചുകൊണ്ട് നമുക്ക് വേറെ ആൾക്കാരെയൊക്കെ റെഫർ ചെയ്ത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്.
താഴെ റെഫറൽ പോളിസി റെഫറൽ പോളിസി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റെഫറലിൽ നിന്ന് നമുക്ക് ക്യാഷ് എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവമൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗെയിം കളിച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു ക്രൗൺ വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ഗെയിമും ടംബോളൊക്കെ കളിച്ചിട്ട് നമുക്ക് ക്രൗൺസ് എന്ന് പറയുന്ന സാധനം കൂടി കിട്ടുന്നുണ്ട്. ആ ഒരു ക്രൗൺ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് നമ്മൾ റിഡീം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ കൂപ്പൺസ് ഒക്കെ റിഡീം ചെയ്യാം. കൾട്ട് എന്ന് പറയുന്ന സാധനത്തിനകത്തുള്ള നമുക്ക് ഗെറ്റ് ഫ്രീ 7 days പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോയിൽ ഒരു ഓഫറാണ് ഗെറ്റ് ₹300 ഓഫ് ഓൺ മിനിമം പർച്ചേസ് ഓഫ് 999 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിഡീം ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിൻ്റെ വല്ലതും ഇതിനകത്ത് കാണുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൗച്ചേഴ്സ് നോക്കാം. വൗച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ആമസോൺ വൗച്ചേഴ്സ് ആണ് കാണുന്നത്. വൗച്ചർ വർത്ത് INR 50, 100, 200 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വൗച്ചേഴ്സ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രൗൺസിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഇതിന് 50 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 100 ക്രൗൺ കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപയാണ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആമസോൺ, ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്കാർട്ട്, ഇടയ്ക്കിടയ്ക്ക് ബുക്ക് മൈ ഷോ, അങ്ങനെയാണ് നമ്മുടെ വൗച്ചറുകൾ വരുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണോർ ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു ഫോണോർ ഡീറ്റെയിൽസ് നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് നമ്മൾ ഫോണോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യുക, ടോക്ക് ടൈം ചെയ്യുക, അങ്ങനത്തുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ ഓരോ ഇതിനകത്ത് ക്രൗൺസ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഓരോ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ എൻ്റർ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ 999 നമ്മുടെ ഇതിനകത്തേക്ക് കൊടുത്തേക്കുന്നത്. 999 കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ടിക്കറ്റാണ് നമ്മൾ അവരായിട്ട് തരുന്നത്. നമ്മുടെ ഇതിനകത്ത് പ്ലാൻസ് ഒന്നും വരുന്നില്ല. നമ്മൾ ആ ഒരു ഞാനത് എന്തായാലും റെക്കമെൻഡ് ചെയ്യത്തില്ല. നമ്മൾ അതിനകത്ത് ക്യാഷ് കൊടുത്ത് ഇതിനകത്ത് തന്നെ ക്യാഷ് കൊടുത്ത് ചെയ്യുന്നത് എത്രത്തോളം സേഫാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമൊക്കെ അടുത്തോ ഉള്ളു കാര്യങ്ങൾ നമുക്ക് ക്യാഷ് ഒക്കെ ഏൺ ചെയ്യാൻ കഴിയും. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പ്രൂഫ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഐറ്റംസിൻ്റെയൊക്കെ പേയ്മെൻറ്റ് പ്രൂഫാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ആൻഡ് ഹിസ്റ്ററിയിലേക്ക് പോയിട്ട് നമ്മുടെ പേടിഎം ബാലൻസ് നോക്കാം. പേടിഎം ബാലൻസ് നോക്കിയാൽ ഗിഫ്റ്റ് വാലറ്റിലേക്ക് കിടക്കുന്ന ഈ ഒരു 167 ഇത് നമ്മുടെ ഗോൾഡ് VIP, ക്രൗണിറ്റ് ഗോൾഡ് VIP എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ബാലൻസ് ₹29, ബാലൻസ് ₹5, ബാലൻസ് ₹28, ബാലൻസ് ₹100 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യമായിട്ട് നമ്മളെ ക്രെഡിറ്റ് ചെയ്തേക്കുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ഒരു സംഭവത്തിൽ കൂടെ ഏൺ ചെയ്ത ക്യാഷാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. 29 + 5 + 28 + 100 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ക്രൗണിറ്റ് നമുക്ക് പേ ചെയ്തേക്കുന്നതാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ സർവീസ് വല്ലപ്പോഴും ചെയ്യുന്നതിൻ്റെയാണ് ഈ കാണുന്നത്. നിങ്ങളുടെ അപ്പപ്പോൾ വരുന്ന സർവീസ് അപ്പപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്രയുള്ള കേസ് ഈ ഒരു കാര്യം പരിചയപ്പെടുത്താനായിരുന്നു ഒരു വീഡിയോ ചെയ്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.